ഒരു സ്ത്രീയെ സുന്ദരിയാക്കുന്നതും അവരുടെ സ്കിന്നിന് ആ ഒരു സൗന്ദര്യം കൊടുക്കുന്നതും ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പം നേരത്തെ ആർത്തവ വിരാമം വന്നു കഴിഞ്ഞാൽ 40 വയസ്സിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ സന്തോഷിക്കുകയല്ല വേണ്ടത്. ഡോക്ടറെ കണ്ട് അതിനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. 1 വർഷം ആർത്തവം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലീഡിങ് വരാൻ പാടില്ല. അങ്ങനെ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗർഭാശയത്തിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി അമ്മാൾ മാം ആണ്. മാം, വെൽക്കം ടു ദ ഷോ. SUT ഹോസ്പിറ്റൽ പട്ടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ മെനോപോസ് വന്ന സ്ത്രീകൾ അല്ലെ, എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. നേരത്തെ നിന്നു ഭാഗ്യം എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് കറക്റ്റ് നല്ലതാണോ അങ്ങനെ ചിന്തിക്കുന്നത്? നേരത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മെനോപോസ് വരുന്ന പ്രായം നമ്മൾ അറിയണം. ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു 51 വയസ്സിലാണ് സാധാരണഗതിയിൽ മെനോപോസ്. പക്ഷേ നമ്മൾ കാണുന്നത് ഒരു 46 വയസ്സ് തുടങ്ങി എപ്പോൾ വേണമെങ്കിലും മെനോപോസിലേക്ക് പോവാം. പക്ഷെ 40 വയസ്സിന് മുമ്പ് നമുക്ക് ആർത്തവ വിരാമം നിന്നു പോവുകയാണെങ്കിൽ അത് സ്ത്രീകൾ അവർക്ക് അതിനെപ്പറ്റിയുള്ള വിവരം ഇല്ലാത്തത് കൊണ്ടാണ് സന്തോഷിക്കുന്നത്. ശല്യം മാസാമാസം വരുന്നത് നിന്ന് ഇനി ആ ശല്യമില്ല, പാഡ് അന്വേഷിക്കേണ്ട, കപ്പ് അന്വേഷിക്കേണ്ട. പക്ഷെ അങ്ങനെയല്ല. ഈ ആർത്തവം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ അണ്ഡാശയത്തിനകത്തുനിന്ന് അണ്ഡം കൃത്യമായി ഉണ്ടാവുകയും അതിനകത്തുനിന്ന് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന 2 ഹോർമോൺ ഉണ്ടാവുകയും ആ ഹോർമോണിൻ്റെ ഇഫക്റ്റിൽ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് വളരുകയും ആ ഹോർമോൺ പെട്ടെന്ന് കുറയുമ്പോൾ പൊഴിഞ്ഞ് മാസക്കുളിയായിട്ട് വരുന്നു. അപ്പോൾ ഈ മാസക്കുളി എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ആണ്. നമുക്ക് നമ്മുടെ ശരീരത്ത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൃത്യമായി ഉണ്ടാകുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ്. ഈ അണ്ഡം ഉണ്ടാകുന്നത് ഗർഭിണിയാകാൻ മാത്രമല്ല, ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പറയുന്ന പോലെ ഈ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ മാത്രമല്ല അതിൻ്റെ ആവശ്യം. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ, ഇപ്പം നമ്മൾ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ പുരുഷന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ 18 വയസ്സുള്ളൊരു പെൺകുട്ടിയെ കണ്ടാലും 18 വയസ്സുള്ളൊരു ആൺകുട്ടിയെ കണ്ടാലും കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ കണ്ടാലൊരു നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു പെൺകുട്ടിയെ കാണുമ്പോഴാണ്. അപ്പോൾ പെൺകുട്ടികൾ കുറച്ചുകൂടെ സുന്ദരികളാണ്, അവരുടെ സ്കിൻ നല്ല പളപളപ്പുള്ള സ്കിന്നാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഒരു സ്ത്രീയെ സുന്ദരിയാക്കുന്നതും അവരുടെ സ്കിന്നിന് ആ ഒരു സൗന്ദര്യം കൊടുക്കുന്നതും ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. മെനോപോസ് വന്നു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്നാണ് സ്കിൻ ചുക്കിച്ചുളിയുന്നതും മറ്റ് വ്യത്യാസം വരുന്നത്. സൗന്ദര്യം വേണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിൻ്റെയും മുകളിൽ അതിന് റോളുണ്ട്, അതിന് ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്ത്രീയെ ഒരു പുരുഷനിൽ നിന്ന് വ്യത്യാസമാക്കുന്നത് അവരുടെ ഒരു സമാധാനം നിറഞ്ഞ ഒരു സ്വഭാവം, കുറച്ചും കൂടെ ശാന്തശീലം, പിന്നെ പുരുഷന്മാരെക്കാളും പല പല കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന കഴിവ് സ്ത്രീക്കാണ്. മൾട്ടി ടാസ്കിങ്. ഇപ്പോൾ പുരുഷൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അത് മാത്രമേ ചിലപ്പം പറ്റിയെന്ന്. ഒരു സ്ത്രീ അടുക്കളയിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ പോകുന്ന കാര്യം, സ്കൂളിൽ പോകാനായിട്ട് യൂണിഫോം ഇട്ടോ, അതെടുത്തോ ഇതെടുത്തോ, അതിനിടയ്ക്ക് എല്ലാവർക്കും ഉള്ള കുക്കിങ്, അതിനിടയ്ക്ക് പാലുകാരൻ്റെ പൈസ കൊടുക്കുക, പല 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 കാര്യങ്ങൾ, പാത്രം തേക്ക്, ഇതൊക്കെ സ്ത്രീകൾക്ക് പറ്റും. ഈ മൾട്ടി ടാസ്കിങ് പറ്റുന്നതൊക്കെ തന്നെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് നമ്മളുടെ ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ഹൈപ്പോതലാമസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ സമാധാനമൊക്കെ നമ്മൾ പറയില്ലേ, ആർത്തവ വിരാമം വന്നു കഴിയുമ്പോൾ കുട്ടികൾ പറയും അമ്മയ്ക്കിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്. ഹസ്ബൻഡ് പറയും ഒരു ശകലം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടില്ലാത്ത പോലെ ദേഷ്യം വരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന അമ്മയുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നെന്നാണ്. അത് അമ്മയുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസമല്ല. ആർത്തവ വിരാമം വരുമ്പോഴത്തേക്ക് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കുറയുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു ഇമോഷണൽ കൺട്രോൾ വിട്ടുപോകുന്നത് കൊണ്ടാണ്. ആ സമയത്ത് ബുദ്ധിപൂർവ്വം അവരെ ഒരു ഡോക്ടറെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹോർമോൺസ് കുറച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഹോർമോൺ കഴിക്കുന്നതിനെ പറ്റി ഭയമുണ്ട്. ഈസ്ട്രജൻ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും. സത്യമാണോ എന്ന് ചോദിച്ചാൽ ഭാഗികമായി സത്യമാണ്. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ ഒരു ഘടകമാണ്. പക്ഷേ അത് ഒരു ലെവലിനപ്പുറത്തേക്ക്, ഒരു ഡോസിനപ്പുറത്തേക്ക് കഴിക്കുകയും ഒരു 10 വർഷത്തിൽ കൂടുതൽ കഴിക്കുകയും ചെയ്യുമ്പോഴേ ഉള്ളൂ. ആ മെനോപോസ് വരുന്ന 1-2 വർഷം നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും. നമ്മുടെ ശരീരത്ത് ആർത്തവ വിരാമം വരുമ്പോൾ
ഹോർമോൺ നിന്നു പോയാൽ ചെറിയ അളവിൽ നമ്മളത് കൊടുക്കുന്നു. അത് ഈ 45 വയസ്സിന് മുകളില് മെനോപോസ് വന്നാലാണ് അത് കൊടുക്കുന്നത്? അല്ല, അത് നമ്മൾ ഏത് പ്രായത്തിൽ നമ്മൾ വന്നാലും ആദ്യത്തെ ഒരു ഫേസിൽ നമ്മളത് ഹോർമോൺ കൊടുക്കണം. ആർത്തവവിരാമം വന്ന് 5 വർഷം കഴിഞ്ഞ് അത് കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ഫ്രാക്ചർ വരുന്നത്. പുരുഷന്മാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഫ്രാക്ചർ വരും, ഈ കൊച്ചു പ്രായത്തിലും വരാം. സ്ത്രീകൾക്ക് ഈ ഫ്രാക്ചർ സാധാരണ കാണുന്നത് ആർത്തവ വിരാമം കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ ബോണിൻ്റെ കട്ടിക്ക്, എല്ലുകളുടെ ബലത്തിന് ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു ഹോർമോൺ വളരെ സഹായകരമാണ്. ആർത്തവ വിരാമം വന്നു കഴിയുമ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ബോണിൽ നിന്ന് കാൽഷ്യം നഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പോൾ ആർത്തവ വിരാമം എന്നൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീകളുടെയൊക്കെ ഫ്രാക്ചേഴ്സ് കൂടുതലായിട്ട് കാണും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 35 വയസ്സുള്ള പുരുഷന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, 40 വയസ്സുള്ള പുരുഷന് ഹാർട്ട് അറ്റാക്ക്, 28 വയസ്സുള്ള പുരുഷന്മാർക്കും ഹാർട്ട് അറ്റാക്ക് വന്നായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. എത്ര സ്ത്രീകൾക്ക് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്? ഹാർട്ടിനെയും നമ്മുടെ ഹൃദയത്തെയും ഹൃദയധമനികളെയും രക്ഷിക്കുന്നതിനും ഈസ്ട്രജൻ ഒരു റോളുണ്ട്. അപ്പം നേരത്തെ ആർത്തവ വിരാമം വന്നു കഴിഞ്ഞാൽ, 40 വയസ്സിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ സന്തോഷിക്കുകയല്ല വേണ്ടത്. ഡോക്ടറെ കണ്ട് അതിനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. നേരത്തെ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹോർമോൺ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ആർത്തവ വിരാമം വന്നു കഴിയുമ്പോൾ ഹോർമോൺസ് കുറഞ്ഞു കഴിയുമ്പോൾ ഒരു ലൈംഗികമായ ഒരു ആസക്തിയും കുറഞ്ഞു തുടങ്ങും സ്ത്രീകൾക്ക്. ബിക്കോസ് അണ്ടാശയത്തിനകത്ത് ഒരു ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൂടിയുണ്ട്. അതിൻ്റെ പ്രവർത്തനം ചെറുതായിട്ടൊന്ന് കുറയും. അതിനേക്കാൾ കൂടുതൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഈ യോനിയിലുള്ള ആ ഒരു പാടയുടെ കട്ടിക്ക് വളരെ അത്യാവശ്യമാണ്. അവിടെയുള്ള ചില ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഈസ്ട്രജൻ അങ്ങോട്ട് നേരത്തെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വേദന വരും, അവർക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയും. 40 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു പ്രായമല്ല. അത് പുരുഷന്മാർക്കും ബുദ്ധിമുട്ട് വരും, സ്ത്രീകൾക്കത് ബുദ്ധിമുട്ട് വരില്ല. ബിക്കോസ് ഹോർമോൺ കുറയുന്നുണ്ട്, അവർക്ക് അതിനോടുള്ള ഒരു താല്പര്യമേ പോകും. പക്ഷെ കൂടുള്ള പാർട്ട്ണറിന്, പങ്കാളിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇത് പല കുടുംബങ്ങളിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവരാരും അത് പറയാനുള്ളൊരു പ്രയാസം കാരണം പുറത്ത് പറയുന്നില്ല. ഇതൊക്കെ നമുക്ക് ആർത്തവ വിരാമം നേരത്തെ ആയാൽ വരാവുന്ന പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ നമുക്ക് ഹോർമോൺസ് കൊടുക്കുകയോ ലോക്കലായിട്ട് ക്രീം കൊടുക്കുകയോ ഈസ്ട്രജൻ ക്രീമൊക്കെ കൊടുത്താൽ നമുക്കിതൊരു പരിധി വരെ തടയാൻ പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ആർത്തവ വിരാമം വരുന്നത് അതിന്റെ കുറെ ലക്ഷണങ്ങൾ കാണുമായിരിക്കുമല്ലോ, അത് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ ആർത്തവ വിരാമം എന്ന് പറയണമെങ്കിൽ 1 വർഷം സ്ത്രീകൾക്ക് പീരിയഡ്സ് വരാൻ പാടില്ല. മാസമുറ 1 വർഷത്തേക്ക് വന്നില്ലെങ്കിലേ നമ്മൾ ആർത്തവവിരാമം എന്ന് പറയുള്ളൂ. 6 മാസം വരാതിരുന്നിട്ട് പിന്നെ വരുവാണെങ്കിൽ ആർത്തവവിരാമം നമ്മൾ പറയില്ല. അപ്പോൾ ഈ ആർത്തവവിരാമം വരുമ്പോൾ ഈ ഹോർമോൺ കുറയുമ്പോഴുള്ള പല പ്രശ്നങ്ങൾ വരാം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മൂഡ് ചേഞ്ചാണ്. അതായത് കൂടുതൽ ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഹൈപ്പോതലാമസിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന് ചില ഇതുണ്ട്, പ്രവർത്തനമുണ്ട്. അപ്പോൾ ഈ ഹൈപ്പോതലാമസ് ആണ് നമ്മളുടെ ശരീരത്തെ ചൂടിനെ, ഊഷ്മാവിനെ, ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഈസ്ട്രജൻ കുറഞ്ഞു കഴിയുമ്പോൾ ഈ കൺട്രോൾ അങ്ങ് പോവും. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഏറ്റവും ആദ്യം വരുന്നൊരു കാര്യം അതാണ്. സ്ത്രീകൾക്ക് നിന്ന നിപ്പിൽ കാലിൽ നിന്ന് തല വരെ ഒരു ചൂട്, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വേർത്തങ്ങ് കുളിക്കും. ഒരു ചൂട് വരികയും വേർത്ത് കുളിക്കുകയും ചെയ്താൽ എന്താ പ്രശ്നം നമ്മൾ വിചാരിക്കും. പക്ഷേ അത് ഒരുപാട് ക്ഷീണം ഉണ്ടാക്കും. ഈ ഒരു എപ്പിസോഡ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചൂടങ്ങ് മുകളിലേക്ക് കയറുക, വേർത്ത് കുളിക്കുക കഴിയുമ്പോൾ അവരങ്ങ് ക്ഷീണിച്ച് പോകും. അപ്പോൾ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ഇത് വന്നു കഴിയുമ്പോൾ അത് അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കും. അത് ഒരു ലക്ഷണം. പിന്നെ വരുന്നത് നമുക്ക് ഈ വെജൈന, അതായത് നമ്മുടെ യോനി ഭാഗത്തെയും അതിന് തൊട്ടടുത്തുള്ള മൂത്രനാളി കുഴലിൻ്റെയും ആ ഒരു എപ്പിത്തീലിയം, സ്കിൻ എന്ന് പറയും, തൊലി, അവിടുത്തെ തൊലിയുടെ കട്ടി അങ്ങ് കുറയും. കട്ടി കുറയുമ്പോൾ അവിടെ അങ്ങ് വളരെ സ്മൂത്താവും. ഇപ്പം നമ്മുടെ കൈ പോലെയാണ് യോനി ഭാഗത്തെ സ്കിൻ. കൈക്ക് ഒരു ബ്രൗൺ നിറം ഉണ്ടെന്നേ ഉള്ളൂ, അവിടെ ഒരു പിങ്ക് കളറാണ്. പക്ഷെ തൊലി പോലെ തന്നെ കട്ടിയുള്ള തൊലിയാണ് യോനി ഭാഗത്ത്.
ആ കട്ടി കുറഞ്ഞു കഴിയുമ്പോൾ അവിടെയും അണുബാധ വരാം. അപ്പോൾ അവർക്ക് നീറ്റലും പുകച്ചിലും ഒക്കെ വരാം. അതാണ് ഒരു കാര്യം, ഈ ഭർത്താവുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് അവർ തയ്യാറാവാത്തതിൻ്റെ കാരണം അതാണ്. അതിൻ്റെ തൊട്ടടുത്താണ് മൂത്രനാളിക്കുഴൽ. അവിടുത്തെ തൊലിയുടെ കട്ടിയും കുറയുമ്പോൾ മൂത്രത്തിൽ തരിപ്പ് വരും, യൂറിനറി ഇൻഫെക്ഷൻ വരും. അപ്പോൾ മൂത്രനാളിക്കുഴലിലെ അണുബാധ, യോനിഭാഗത്തെ അണുബാധ, ഇത് റെക്കറൻ്റായിട്ട് വരുമ്പോൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും അവിടുത്തെ തൊലിയുടെയൊക്കെ കട്ടി കുറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ഇപ്പം നേരത്തെ ആർത്തവവിരാമം വന്നാലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ താമസിച്ച ആർത്തവവിരാമം വന്നാലും പ്രശ്നമാണ്. 51 വയസ്സിന് അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അണ്ഡാശയം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, അണ്ഡാശയത്തിൽ നിന്ന് ഈസ്ട്രജൻ വരുന്നുണ്ട്, അത് നമ്മുടെ ഗർഭപാത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കുറച്ച് കൂടുതൽ നാൾ പ്രവർത്തിച്ചാലും പ്രശ്നമാണ്. അത് നമ്മുടെ ഗർഭാശയത്തിനകത്തെ ക്യാൻസറിന് വഴിവെക്കും. അപ്പോൾ 55 വയസ്സായിട്ടും ആർത്തവം നിന്നിട്ടില്ല എങ്കിൽ അവരെയും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞല്ലോ, 1 വർഷം ആർത്തവം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലീഡിങ് വരാൻ പാടില്ല. അങ്ങനെ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗർഭാശയത്തിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. ഒന്നീ ഗർഭാശയ മുഖത്തെ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയത്തിനകത്തെ ക്യാൻസർ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ 55 വയസ്സ് വരെ നിന്നിട്ടില്ലെങ്കിലും ഡോക്ടറെ കാണണം. അതെല്ലാം കുഴപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പരിശോധന ചെയ്ത് സ്കാൻ ചെയ്ത് അവരുടെ അണ്ഡാശയത്തിനല്ല ഗർഭാശയത്തിന് കുഴപ്പമൊന്നുമില്ല, കൂട്ടത്തിൽ അണ്ഡാശയവും നോക്കാം എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. മെനോപോസ് വന്നു കഴിഞ്ഞ സ്ത്രീകൾ എപ്പോഴൊക്കെയാണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതെന്നും മെനോപോസ് നേരത്തെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും എല്ലാം വളരെ നന്നായി വിശദീകരിച്ചു തന്നു ഡോക്ടർ. നന്ദി.